തിരുപ്പുറംകുന്றம் ദീപം തെളിക്കൽ കേസിൽ വിജയ് സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി. മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരായ തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിൽ സ്റ്റേ അനുവദിക്കാൻ വിസമ്മതിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. ദർഗയ്ക്ക് സമീപമുള്ള കൽത്തൂണിൽ കാർത്തിക ദീപം തെളിയിക്കാമെന്ന ഉത്തരവ് നിലനിൽക്കും. മുരുക ഭക്തരുടെ ആചാര അവകാശങ്ങൾ തടയാനുള്ള തമിഴ്നാട് സർക്കാരിന്റെ നീക്കത്തിനാണ് സുപ്രീം കോടതി വിധിയോടെ തിരിച്ചടിയായിരിക്കുന്നത്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. നന്ദ, വിശ്വാസികൾ വലിയ രീതിയിൽ വഞ്ചിച്ച വിജയ് സർക്കാരിന് ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. എന്താണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ? എങ്ങനെയാണ് ഇത് വിജയ്ക്ക് തിരിച്ചടിയാകുന്നത്? അശ്വതി, തമിഴ്നാട്ടിലെ മധുരയിലെ തിരുപ്പുറംകുന്றம் കുന്നുകളിൽ ദീപം തെളിയിക്കുവാൻ, കാർത്തിക ദീപം തെളിയിക്കുന്നതിനെ അനുകൂലിച്ചുകൊണ്ട് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ഒരു വിധി പ്രസ്താവിച്ചിരുന്നു. ആ വിധി സനാതന ധർമ്മവിശ്വാസികൾക്ക് അനുകൂലമായ വിധിയായിരുന്നു. അവിടെ ദീപം തെളിയിക്കുവാൻ അനുമതി നൽകിയായിരുന്നു. എന്നാൽ ഇതിനെതിരെ തമിഴ്നാട്ടിലെ ടി.വി.കെ സർക്കാർ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹർജിയിൽ സുപ്രീം കോടതിയിൽ നിന്നും കനത്ത പ്രഹരമാണ് വിജയ് സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. അതായത് സുപ്രീം കോടതി വിധി ഹൈക്കോടതി വിധി റദ്ദാക്കുവാൻ വേണ്ടി സുപ്രീം കോടതി തയ്യാറായില്ല. അതായത് അവിടെ കാർത്തിക ദീപം തെളിയിക്കുന്നതിന് യാതൊരുവിധ തടസ്സവും നിൽക്കുവാൻ വേണ്ടി സുപ്രീം കോടതി തയ്യാറായില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ്. ഇനി മുതൽ, അതായത് രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയുടെ ഭാഗത്തു നിന്നുമാണ് ഇത്തരമൊരു വിധി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനി യാതൊരുവിധ നിയമ തടസ്സവുമില്ലാതെ ഭക്തർക്ക് അവിടെ തിരി തെളിയിക്കുവാൻ അവസരം ഒരുങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അശ്വതി. ശരി നന്ദ, വിവരങ്ങൾ വ്യക്തമാണ്. ഇപ്പോൾ തിരുപ്പുറംകുന്றம் ദീപം തെളിക്കൽ കേസിൽ വിജയ് സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി ലഭിച്ചു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു എസ് നന്ദഗോപൻ.